നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 20. ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പതു സർവമൂഹഹീനം. ജളനു വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ആത്മീയ ജീവിതം എന്നു കേൾക്കുന്ന മാത്രയിൽ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് അവരുടെ നിത്യപരിചയത്തിലിരിക്കുന്ന ലോകത്തിൽ നിന്നും തുലോം ഭിന്നമായ ഒരു ലോകത്തെപ്പറ്റിയുള്ള സങ്കല്പങ്ങളാണ്. ഇത് പാമരന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. പ്ലേറ്റോ ഈ ലോകത്തെ നിഴലുകളുടെ ലോകമായി ചിത്രീകരിക്കുന്നു. അദ്ദേഹം കാണുന്ന സത്യലോകം ചിന്മയമായ ആദിരൂപ പ്രപഞ്ചമാണ്. ക്രൈസ്തവ ചിന്തകന്മാർ ഈ ലോകത്തെ കുരിശിൻ്റെ ലോകമെന്നും അഭികാമ്യമായ ലോകത്തെ ദൈവരാജ്യം എന്നും വിളിക്കുന്നു. എല്ലാ മതങ്ങളിലും സ്വർഗം, നരകം മുതലായ ഭാവനകൾ കാണുന്നുണ്ട്. ഈ മാതിരിയുള്ള എല്ലാ ദ്വൈത ഭാവനകളെയും നിഷേധിച്ചുകൊണ്ട് ഗുരു പറയുന്നു, ഉലകിനു വേറൊരു സത്തയില്ല. ആകെ ഇവിടെയുള്ളത് ഈ ലോകത്തെ ഉള്ളതായി അറിയുന്ന ഒരു ബോധവും ആ ബോധത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി വൃത്തികളുമാണ്. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ ഇന്ദ്രിയാർത്ഥങ്ങൾ എന്ന് ചിലപ്പോൾ വിളിക്കാറുണ്ട്. അത് വളരെ ശരിയാണ്. ഓരോ വസ്തുവും അതായിരിക്കുന്നത് നാം അതിനു കൊടുക്കുന്ന പേരും അർത്ഥവും കാരണമാണ്. ഓരോ വസ്തുവിനും കൽപ്പിച്ചു കൊടുക്കുന്ന അർത്ഥമാകട്ടെ മനസ്സിൽ ലീനമായിരിക്കുന്ന വാസനയെ ഉണർത്തി വിവിധങ്ങളായ ചേതോ വികാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ദ്രിയ സംവേദനത്തെ മാത്രം എടുത്തു നോക്കുന്ന പക്ഷം അത് വെളിച്ചത്തിനു പകരം നിഴലിന്റെ സ്വഭാവമുള്ളതാണെന്ന് നാം കാണുകയുണ്ടായി. വസ്തുബോധവും അതിൽ നിഹിതമായിരിക്കുന്ന മൂല്യബോധവും ഉണ്ടാക്കുന്നത് സ്വയം പ്രകാശമായിരിക്കുന്ന ആത്മാവ് തന്നെയാണെന്ന് നാം അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലോകം വെളിച്ചവും നിഴലും ഇടകലർന്നുണ്ടായിരിക്കുന്ന ഒരു ബോധമണ്ഡലമാണെന്ന് പറയാം. ഇരുളിൽ നിന്നും ബോധം കൂടുതൽ കൂടുതൽ ഉണർന്ന് വെളിച്ചത്തിലേക്ക് വരുംതോറും ജീവിതം അധികം അധികം സുപ്രസന്നമായി തീരുന്നു. മൂല്യബോധം ഇല്ലാത്തവന് ജീവിതം ഒരു മരുപ്രദേശം പോലെ ശൂന്യമായിരിക്കുമ്പോൾ ആനന്ദഘനമാണ് ആത്മാവെന്ന് ബോധ്യമായി തീർന്നവൻ സകല വിഷയങ്ങളിലും സച്ചിദാനന്ദ സംസ്പർശം കാണുകയാൽ ഈ പ്രപഞ്ചത്തെ തന്നെ സത്യവത്കരിക്കുന്നു. ജീവിത പന്ഥാവിലെ പൂഴിമണ്ണുകളെല്ലാം അവന് മുത്തുമണികളായി മാറുന്നു. ഇവിടെ നിന്നും നമുക്കെവിടെയും പോകുവാനില്ല. ഈ കാണപ്പെടുന്ന ലോകമല്ലാതെ വേറെ ലോകമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെയും മനസ്സിൻ്റെയും വ്യാപ്തി ചെറുതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഉള്ള ലോകമെല്ലാം ഇവിടെ കാണുന്നതിൻ്റെ അവിച്ഛേദ്യമായ ഭാഗങ്ങൾ തന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ലോകം ഭയത്തെ ഉണ്ടാക്കുന്നതോ ആനന്ദമുളവാക്കുന്നതോ ആകാറുണ്ട്. ഒരു നിധി ലഭിച്ചവൻ അതിൻ്റെ വിലയും
പല കള്ളന്മാരും അതിൽ മോഹിച്ചു തന്നെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെടുമ്പോൾ ആ നിധിയെ തന്നെ തൻ്റെ മരണത്തോട് കാരണരൂപത്തിൽ ബന്ധപ്പെടുത്തി വ്യാകുല ചിത്തനായിത്തീരുന്നു. ഒരുവൻ ഒരുവളെയോ ഒരുവൾ ഒരുവനെയോ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നിർവൃതി നൽകുന്നതായി തോന്നുന്നു. അതിലൊരാൾ വേറൊരാളുടെ സ്നേഹത്തിനു പാത്രമായി വരുമെന്ന് കാണുമ്പോൾ തൻ്റെ കാലിനടിയിലുള്ള ഭൂമി തന്നെ തകരുന്നതായി കരുതി വളരെയേറെ ദുഃഖിക്കുന്നു. ദുഃഖം, ഭയം, സംശയം, മോഹം, ആകാംക്ഷ എന്നിങ്ങനെ നിഷേധാത്മകമായ എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് ജീവിത സത്യത്തെ ഭാഗികമായി മാത്രം മനസ്സിലാക്കുകയാലാണ്. ഇരുട്ടിൽ ഒരാൾ തപ്പിത്തടഞ്ഞു വന്ന് തൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു നനവുള്ള വസ്തുവിൽ കൈ തൊടുകയും അരണ്ട വെളിച്ചത്തിൽ അതിന് ഇരുണ്ട പുള്ളികൾ കാണുകയും ചെയ്താൽ മൂർഖൻ പാമ്പെന്ന് കരുതി അയാൾ ഞെട്ടി നിലവിളിച്ചു പോകും. തന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് വളരെ പ്രിയപ്പെട്ട ഒരാൾ പുതിയ പൂക്കൾ ഇറുത്ത് അതുകൊണ്ട് മാല കെട്ടി പനിനീരും കുടഞ്ഞ് അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നതാണെന്നുള്ള സത്യം പിന്നീട് അറിഞ്ഞു കഴിയുമ്പോൾ താൻ ഏറ്റവും ഭയപ്പെട്ട ആ വസ്തുവിനെ വിലതീരാത്ത നിധിയായി കരുതി എടുത്തു മാറോടണയ്ക്കും. ഈ ലോകത്തിൻ്റെ പരമാർത്ഥ സ്ഥിതി അറിയുന്ന ജ്ഞാനി നിർഭയനായിത്തീരുന്നു. ബാഹ്യലോകത്തിലും ആന്തരിക ലോകത്തിലും ആനന്ദഘനമായ പരമ്പൊരുളിനെ മാത്രം കാണുന്നു. ഒന്നിനെയും പിന്നീട് നിന്ദ്യമായി കരുതുന്നില്ല. എല്ലാം അറിവിൻ്റെ മുത്തുമണികൾ മാത്രം. മറിച്ച് തോന്നാനിടയാക്കുന്ന മൗഢ്യത്തെ ജ്ഞാനി പിന്നെയും ജയിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദുഃഖം അധികരിക്കും തോറും ആത്മജ്ഞാനം കുറയുന്നുവെന്നും സന്തോഷം വർദ്ധിക്കും തോറും അറിവ് സർവസമാശ്ലേഷിയായി വരുന്നുവെന്നും മനസ്സിലാക്കണം.